കൊണ്ടും കൊടുത്തും ചോരയൊഴുക്കുകയാണ് ഇസ്രായേലും ഹമാസും. ചോരയ്ക്ക് പകരം ചോരയെന്നും ജീവന് പകരം ജീവനെന്നും ചിന്തിക്കുന്ന ഇരു കൂട്ടരും ഒരു വിധത്തിലും സമാധാനം തിരിച്ചുപിടിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് വേണം ഇപ്പോഴത്തെ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ. ഏറ്റവും പുതിയ വാർത്ത ഹമാസ് തലവനെ ഇസ്രായേൽ വധിച്ചെന്ന് സ്ഥിരീകരിക്കാത്ത സൂചനകളാണ്. ഗാസയിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ് നടത്തിയ ആക്രമണത്തിൽ ഗാസയിലെ ഹമാസ് തലവൻ യഹിയ സിൻവറിനെ വധിച്ചുവെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. കുറച്ചുനാൾ മുൻപാണ് ഇങ്ങനെയൊരു സംഭവമെന്നും ഇസ്രായേൽ പറയുന്നു. അതിന് ബലം നൽകുന്നതാണ് ചില ഹീബ്രു വാർത്താ മാധ്യമങ്ങളുടെ റിപ്പോർട്ടും. യഹിയ സിൻവറിനെ കുറിച്ച് കുറച്ചു നാളായി വിവരമൊന്നുമില്ലെന്ന് അവരും പറയുന്നു. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെ പേര് വെളിപ്പെടുത്താത്ത ഉന്നതരെയും ഇസ്രായേലി മാധ്യമങ്ങളെയും ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേലാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. ഗാസയിലെ ഒരു സ്കൂളിന് നേരെ നടത്തിയ ആക്രമണത്തിൽ സിൻവറിനെ വധിച്ചെന്നാണ് ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നത്. നേരത്തെ തന്നെ ഇസ്രായേൽ ആരോപിച്ചിരുന്നത് ആശുപത്രികളെയും സ്കൂളുകളെയും ഹമാസ് താവളമാക്കിയിരിക്കുന്നുവെന്നാണ്. ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ആശുപത്രികൾക്കും സ്കൂളുകൾക്കും നേരെ ഒരു നോട്ടവുമില്ലാതെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. ഇതിനെതിരെ ലോകം കടുത്ത രീതിയിൽ നിലയുറപ്പിച്ചപ്പോഴും ഇസ്രായേൽ പിന്നോട്ടു പോയിരുന്നില്ല. അതിന് ബലം പകരുന്നതുകൂടിയാണ് യഹിയ സിൻവർ കൊല്ലപ്പെട്ടിരിക്കാമെന്ന സംശയം. ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇസ്രായേലി സൈന്യമോ സർക്കാരോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. യഹിയ കൊല്ലപ്പെട്ടു എന്നതിന് വലിയ സാഹചര്യ തെളിവുകൾ ഒന്നുമില്ലെന്നത് തന്നെ പ്രധാനം. കുറച്ചു കാലമായി വിവരമൊന്നുമില്ലെന്നത് കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാവുന്ന കാരണമല്ല. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഒളിയിടത്തിലിരുന്ന് ഇപ്പോഴും ഹമാസിനെ നയിക്കുന്നതാണോ എന്ന് പോലും സംശയിക്കാവുന്നതാണ്. അതിന് സാധ്യതയില്ലാതില്ല. ഇപ്പോഴത്തെ യുദ്ധത്തിലേക്ക് നയിച്ച കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 മിന്നലാക്രമണത്തിന് ശേഷം യഹിയ ഒട്ടുമുക്കാലും ഒളിവിൽ തന്നെയായിരുന്നു. ഹമാസുകാർ തുരങ്കങ്ങളിലാണെന്നാണ് ഇസ്രായേൽ ആരോപിച്ചിരുന്നത്. യഹിയ സിൻവറിനെ നേരത്തെ തന്നെ ഇസ്രായേൽ സൈന്യം ലൊക്കേറ്റ് ചെയ്തിരുന്നുവെന്നാണ് മറ്റൊരു മാധ്യമമായ ഹരേസ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുരങ്കങ്ങളിൽ ആക്രമണം നടത്തിയത്. സ്കൂളുകളിലും ആശുപത്രികളിലും തുറക്കുന്ന രീതിയിലായിരുന്നു തുരങ്കങ്ങൾ സെറ്റ് ചെയ്തിരുന്നത്. തുരങ്കങ്ങളും സ്കൂളുകളും തകർക്കാൻ ഇസ്രായേൽ ആക്രമണങ്ങൾ ശക്തമാക്കിയത് യഹിയയെ കൂടി ലക്ഷ്യമിട്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സിൻവർ ആയിരുന്നു ഒക്ടോബർ 7 മിന്നലാക്രമണത്തിന്റെ സൂത്രധാരനെന്നാണ് ഇസ്രായേൽ ആദ്യം മുതലേ ആരോപിച്ചിരുന്നത്. ഹമാസ് തലവനായിരുന്ന ഇസ്മായിൽ ഹനിയയെ ഇറാനിൽ വെച്ച് ഇസ്രായേൽ വധിച്ചതിന് ശേഷം ഹമാസിന്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയകാര്യ തലവനായി ഉയർന്നിരുന്നു സിൻവർ. ജൂലൈയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സിൻവറിന്റെ സഹോദരൻ മുഹമ്മദ് ഡെയ്ഫ് കൊല്ലപ്പെട്ടിരുന്നു. അപ്പോഴും സിൻവർ ഒളിയിടത്തിലിരുന്ന് ഹമാസിന്റെ യുദ്ധം നയിക്കുകയായിരുന്നു. പലപ്പോഴും ഹമാസ് ഭീകരർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ സിൻവർ സ്വന്തം കൈപ്പടയിൽ എഴുതി നൽകുകയായിരുന്നു. ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ ചർച്ചയുടെ സമയത്ത് മാത്രമാണ് സിൻവർ തുരങ്കത്തിൽ നിന്ന് പുറത്തു വന്നത്. അതിനുശേഷം ആഴ്ചകളായി സിൻവറിനെ കുറിച്ച് യാതൊരു വിവരവും ആർക്കുമില്ലായിരുന്നു എന്നത് സത്യമാണ്. 1962 ഗാസയിൽ ജനിച്ച സിൻവർ ഹമാസിന്റെ ആദ്യകാല അംഗങ്ങളിൽ ഒരാളാണ്. 1987 ഹമാസ് രൂപീകരിച്ചതെന്ന് നമുക്കെല്ലാം അറിയാം. അതായത് 25 വയസ്സുള്ളപ്പോൾ ഹമാസ് ഭീകരതയുടെ പാതയിലേക്ക് സിൻവർ കടന്നു വന്നിട്ടുണ്ട്. ശത്രുവിനോട് വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവമായിരുന്നു സിൻവറിന് എപ്പോഴും. അതുതന്നെയാണ് ഹമാസിന്റെ തലപ്പത്തേക്കെത്താൻ സഹായിച്ചത്. 1980 12 ഇസ്രയേലുകാരെ വധിച്ചതിന് സിൻവറിനെ തടവിലാക്കിയിരുന്നു. 2008 ബ്രെയിനിൽ ക്യാൻസർ പിടിപെട്ടെങ്കിലും ചികിത്സയിലൂടെ രക്ഷപ്പെട്ടു. അക്കാലത്ത് ജയിലിലായിരുന്നു സിൻവർ. 2011 ജയിൽ മോചിതനായത്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള തടവുകാരുടെ കൈമാറ്റത്തിനിടെയാണ് സിൻവറും പുറത്തു വന്നത്. ഇപ്പോൾ സിൻവറിനെ കൂടി വധിക്കാൻ കഴിഞ്ഞു എന്ന സംശയത്തിലാണ് ഇസ്രായേൽ. വാർത്ത ശരിയാണെങ്കിൽ ഗാസയിലെ യുദ്ധത്തിൽ ഒരു പടി കൂടി മുന്നിലെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ.